ഹലോ ഡിയേഴ്സ്, നമ്മുടെ 2025 ജനുവരിയിൽ നടന്ന UGC NET എക്സാമിനേഷന്റെ ആൻസർ കീ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് വളരെ വേഗം എല്ലാവരും ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത ഉത്തരവും അവർ തന്നിട്ടുള്ള ആൻസറും കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. അതുവഴി നിങ്ങൾക്ക് ഒരു ഏകദേശം നിങ്ങളുടെ ഒരു മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു വെക്കാൻ പറ്റും. അതോടൊപ്പം ഏതെങ്കിലും ഒരു ആൻസർ UGC NET ഒഫീഷ്യലി അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആൻസർ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആൻസർ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും നിലവിൽ UGC NET അവസരം നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ചലഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെ ആൻസർ കീ ചെക്ക് ചെയ്യാം തുടങ്ങിയിട്ടുള്ള വീഡിയോ എല്ലാം വിശദമായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്നതിനേക്കാൾ ഒരു അപ്ഡേഷനും പുതിയതായിട്ട് അതിനകത്തില്ല. അതുകൊണ്ട് വളരെ വേഗം ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സും തന്നിരിക്കുന്ന ആൻസേഴ്സും ഒരുപോലെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി നിങ്ങളുടെ ഒരു ഏകദേശ മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 200 മാർക്കിന് മുകളിലെങ്കിലും ഇല്ല എങ്കിൽ വീണ്ടും JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുക തന്നെ ചെയ്യുക. ഇത് ഞാനൊരു ആവറേജ് കണക്ക് പറയുകയാണ്. എല്ലാ സബ്ജക്റ്റുകളിലും 200 മാർക്കിന് മുകളിൽ ഉണ്ടാവണം JRF ലഭിക്കാൻ എന്ന് നിർബന്ധമില്ല. എന്നാൽ ചില സബ്ജക്റ്റുകളിൽ 200-ന് മുകളിൽ കിട്ടിയത് കൊണ്ട് മാത്രവും കാര്യം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 200 മാർക്കിന് മുകളിൽ നിങ്ങൾക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇരുന്ന് വീണ്ടും അടുത്ത നെറ്റ് എക്സാമിന് വേണ്ടി തീവ്രമായി തന്നെ പ്രിപ്പയർ ചെയ്യുക. JRFന്റെ നെറ്റ് എക്സാമിന്റെ പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്ന വാർത്തകൾ തീർത്തും വിരുദ്ധമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരർത്ഥവും ഇല്ല എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. നിലവിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ UGC NET ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്. JRF കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ നല്ല ഒരു എമൗണ്ട് ഫെലോഷിപ്പോട് കൂടെ PhD ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റിസർച്ച് മേഖലയിലേക്കുള്ള നിങ്ങളുടെ യാത്രക്ക് JRF വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിലേക്ക് തന്നെ എയിം ചെയ്തുകൊണ്ട് JRFലേക്ക് എത്തിപ്പിടിക്കുക. ആൻസർ കീ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്. Best wishes for all of you for the next coming examination. Thank you.